ഹലോ ഫ്രണ്ട്സ്, മേജോ FK. ഇന്ന് കക്കയിറച്ചി, വറുത്തരച്ച് വെച്ച കക്കയിറച്ചി പാത്രത്തിലിട്ട് കഴുകി നല്ലോണം എടുത്തിട്ട് ഇതിൻ്റെ അകത്തൊരു ചെളി ഉണ്ടാവും. കളയണവർ കളയാറുണ്ട്. ഞാനത് കളയാണ്ട് കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഫുഡാണെന്നാണ് പറയണത്. എനിക്ക് ആഴത്തിലേക്ക് അറിയില്ല കഥ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എന്തായാലും കഴുകി ഒരു 5-8 പ്രാവശ്യം കഴുകി കുട്ടപ്പനാക്കി എടുക്കണം. ഇതേപോലെ നെക്കിയെടുക്കുമ്പോൾ ഒരു പച്ച കളറുള്ള അത്, അപ്പോൾ അതങ്ങോട്ട് കഴുകി കളഞ്ഞാൽ കൊള്ളാമായിരിക്കും. പച്ചക്ക് എടുത്തിട്ടുണ്ട്, ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. കുക്കറിൽ വെച്ചിട്ട് സെറ്റപ്പാക്കാൻ വെച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കുക്കറിൽ കയറ്റി ഒരു 4-5 അടി അടിച്ചപ്പോഴേക്കും നല്ല പരിവ് പോയിട്ടുണ്ട്. തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു അരമുറി. അത് മൂപ്പിച്ച് എടുത്ത് ഒരിത്തിരി മുളക് പൊടിയും ഒരിത്തിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഒന്നും കൂടെ നല്ല മൂപ്പിച്ച് ഞാനത് മിക്സിയിലിട്ട് അടിച്ച് മാറ്റി വെച്ച്. ഇതേപോലെ ഒന്ന് ലേശം കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അത് ചട്ടിയിലിട്ട് നല്ലോണം മൂപ്പിക്കണം. തേങ്ങ വിളയിച്ചതിൻ്റെ കൂട്ടത്തിൽ മസാലപ്പൊടിയും കൂടെ നല്ലോണം മൂപ്പിക്കണം. മിക്സിയിലിട്ട് സംഭവം ഞാൻ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് മൂക്കട്ടത്, മൂത്ത് നല്ല ഗോൾഡൻ കളറ് ആയി കഴിയുമ്പോഴേക്കും മിക്സിയിലിട്ട് അടിക്കാം. 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട്. പച്ചക്ക കുക്കറിലടിച്ച് നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. പച്ചക്കയിലേക്ക് കക്കയിറച്ചി പുഴുങ്ങിയിട്ടിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ച മസാല, തേങ്ങ അരച്ച് വെച്ച മസാല അതിലേക്ക് ഇട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അതും അതിൻ്റെ മുകളിൽ ഇടണം. ചട്ടിയിലേക്കിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങ വറുത്തരച്ച കക്കയിറച്ചി നല്ലോണം ഒന്ന് മിക്സ്